നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹോബി ആയിരിക്കും ഉള്ളത് അല്ലേ? ചിലർക്ക് വായിക്കാനായിരിക്കാം, ചിലർക്ക് വരയ്ക്കാൻ, ചിലർക്ക് എന്താ പറയുക എഴുതാൻ, അങ്ങനെ ഓരോരുത്തരുടെയും ഹോബീസ് ഓരോ രീതിയിലുള്ളതാണ്. മുമ്പ് നമ്മുടെ ടിക്കറ്റ്സ് എന്ന് പറയുന്നത് പല കളേഴ്സിലുള്ള ടിക്കറ്റ്സ് ആയിരുന്നു. അപ്പം ചിലരൊക്കെ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതും ഹോബിയായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കോയിൻസ്. നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കോയിൻസൊക്കെ കളക്ട് ചെയ്ത് വെച്ച് ചില 5 പൈസ, 10 പൈസ, 25 പൈസ, അങ്ങനെ ഇപ്പോൾ നിലവിലില്ലാത്ത ഒരുപാട് കോയിൻസ് കളക്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. അതേപോലെ ഇന്ത്യൻ റുപ്പി അല്ലാതെ പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള കാശുകളും ഇതുപോലെ കോയിൻസും കറൻസീസും ഒക്കെ കീപ്പ് ചെയ്യുന്നവരും അതൊരു ഹോബീസായിട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്. സൂക്ഷിക്കുക. കാരണം വിദേശത്ത് നിന്ന് വരുന്ന ചില റിലേറ്റീവ്സ് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കോയിൻസ് തന്നിട്ട് സൂക്ഷിച്ചു വെച്ചോ, ബുക്കിൽ കളക്ട് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറയാറുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അതുകൊണ്ട് ശീലമായി അതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ കാരണങ്ങൾ ചിലപ്പോൾ ഒരു ക്രൈമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം USD 2000 വരെ മാത്രമേ കളക്ട് ചെയ്ത് വെക്കുവാനുള്ള അവകാശമുള്ളൂ. ഈ ഹോബീസ് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു ക്രൈമിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൂല്യമുള്ള ആ കോയിൻസ് ആവട്ടെ ആ പറയുന്ന നോട്ടുകളാവട്ടെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ $2000 മുകളിലേ വരുന്നതാണെങ്കിൽ അത് എത്രയും വേഗം തന്നെ എക്സ്ചേഞ്ച് ഓഫീസിൽ കൊണ്ടു കൊടുക്കേണ്ടതാണ്. അത് മാറേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം 5000-നും 10,000-നും മുകളിലേക്ക് പോകുന്നത് കസ്റ്റം ഡ്യൂസിൽ കാരണമായി മാറാൻ ഇടയാവുള്ളതാണ്. ഹോബീസ് എപ്പോഴും നല്ലതാണ്, പക്ഷേ അതൊരിക്കലും നിയമത്തിന് എതിരാവാൻ കാരണമാകരുത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ ശക്തമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ മുഖേന ഒരുപാട് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിലും അതിലുപരി കുറച്ച് ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത് എവിടെ പരാതിപ്പെടണം, ഇത് എവിടെയാണ് ഞങ്ങൾ ചെല്ലേണ്ടത് എന്ന് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. കൺസ്യൂമർ കോർട്ട് പ്രകാരം നമുക്ക് ഓൺലൈൻ മുഖേന വാങ്ങുന്ന ഏത് ഉപകരണങ്ങൾക്കും ഏത് സാധനങ്ങൾക്കും ഒരു ഡിഫക്റ്റോ ഡാമേജോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെടാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഒരുപാട് സൈറ്റുകൾ ഓൺലൈനിലൂടെയും ഗൂഗിളിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ വന്നു പോകുന്നുണ്ട്. അതിലൊക്കെ ഏതെങ്കിലും അഡ്രസ്സ് ഉണ്ടാകുമോ എന്നുള്ളത് മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. അഡ്രസ്സുള്ള ഏതൊരു മേഖലയിലും ഏതൊരു സൈറ്റിനെയും ഏതൊരു ആപ്പിനെയും നിങ്ങൾക്ക് കൺസ്യൂമർ മുഖേന കേസ് കൊടുത്ത് അതിൽ നിന്ന് കോമ്പൻസേഷൻ ഈടാക്കാവുന്നതാണ്. മുമ്പ് നമുക്കൊരു സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് സ്ഥലത്തേക്ക് പോയി ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയാണ് ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഫോൺ എടുക്കുക, അതിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ആവശ്യത്തിലധികം സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അത്രയേറെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഗുണം അവിടെ നിൽക്കെ തന്നെ ഇതിൽ ഒരുപാട് ഡാമേജും ഡിഫക്റ്റീവുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളെ തേടിയെത്താറുണ്ട്. കുറേയൊക്കെ നമുക്ക് റിട്ടേൺ അടിക്കാം, അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് റീഫണ്ട് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടാകുന്നു എങ്കിലും കുറേയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് പറ്റിപ്പുകളും സ്കാമുകളും നടക്കാറുമുണ്ട്. ഇതെന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താണ് ഒരു പരിഹാരമായിട്ടുള്ളത്? പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇതിൽ പരിഹാരമുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂമർ കോടതി മുഖാന്തരം ഇതിന് ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നിങ്ങൾ പോകുന്ന ഏത് ആപ്പാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഏത് സൈറ്റാണെന്ന് നോക്കുക. ആ സൈറ്റിൽ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് മാത്രം വെരിഫൈ ചെയ്യുക. അഡ്രസ്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ സൈറ്റ് അല്ലെങ്കിൽ ആ ആപ്പ് എന്നുണ്ടെങ്കിൽ അത് പ്രകാരം നിങ്ങൾക്ക് അവർക്കെതിരെ കൺസ്യൂമർ കോടതി മുഖാന്തരം ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാവുന്നതും അതിൻ പ്രകാരം നിങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ ലഭിക്കുന്നതുമാണ്. പലരും എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും അവരുടേതായിട്ടുള്ള ഓരോ കൺസ്യൂമർ കോടതിയുണ്ട്. ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് കൺസ്യൂമർ കോടതി വരുന്നത്. ഇതിനുശേഷം അപ്പീൽ പോകാം. കൺസ്യൂമർ കോടതി ഒരുപാട് ചെലവ് വരില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരിക്കലുമില്ല. കൺസ്യൂമർ കോടതികളിൽ വളരെ ലഘുവായിട്ട് സാധാരണക്കാർക്ക് വളരെ ലഘുവായ രീതിയിൽ തന്നെ വളരെ എമൗണ്ട് കുറിച്ച് ഒരു അഡ്വക്കേറ്റിൻ്റെ പോലും സഹായമില്ലാതെ തന്നെ ചെന്ന് ചെയ്യാവുന്ന, അവനവന് തന്നെ പരാതി കൊടുക്കാവുന്ന ഒരു ഇടമാണ്. ഇനിയും നിങ്ങൾക്കിതൊരു പ്രശ്നമായി വരില്ല. കാരണം ഓൺലൈൻ മീഡിയയിലൂടെ വരുന്നതോ അല്ലെങ്കിൽ ഓൺലൈൻ നിങ്ങളിപ്പോൾ യൂട്യൂബ് തുറന്നാലോ ഇൻസ്റ്റഗ്രാം തുടങ്ങിയാലോ ഒരുപാട് ആഡ് എന്ന രീതിക്ക് ഇങ്ങനെ ഒരുപാട് സൈറ്റ്സ് കയറി വരാറുണ്ട്. അതൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓർഡർ ചെയ്ത ശേഷം ഇനി മടിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല.
കാരണം നിങ്ങൾക്കായി ഉപഭോക്തൃ കോടതികൾ തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയകളിൽ നിന്നോ ഓൺലൈൻ ആപ്പുകളിൽ നിന്നോ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നോ എന്തെങ്കിലും ചതി പറ്റിയതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങിയിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതല്ല, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ഡിഫക്റ്റ് ആയതോ ഡാമേജ്ഡ് ആയതോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പോൾ തന്നെ കൺസ്യൂമർ കോടതികളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള കോമ്പൻസേഷനും ലഭിക്കുന്നതാണ്.